എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ സൂപ്പാണ് കേട്ടോ. മഴക്കാലം ആകുമ്പോൾ ഇടയ്ക്കൊക്കെ സൂപ്പ് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. തനി നാടൻ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതേപോലെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്, സോസുകളൊന്നും ചേർക്കാതെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, അതേപോലെ കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ചെറിയ ഉള്ളിയുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ അവരുടെ ഇഷ്ടാനുസരണം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനും അതുപോലെ എല്ലും നെയ്യും എല്ലാം കൂടെ ചേർന്നാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ നെയ്യും എല്ലും കൂടെ ചേർന്നുള്ളത് ആ സൂപ്പിന് നല്ലത്, അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ ചിക്കൻ്റെ നെയ്യ് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് തന്നെ, അല്ലാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ 4 പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് 5 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം വേവാൻ വേണ്ടിയുള്ളതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി ഒരു പകുതി ഭാഗം ചിക്കൻ വെന്ത് കിട്ടും. ആ ചിക്കൻ വെന്ത് കിട്ടുന്ന പകുതി ഭാഗം വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കമേ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്തങ്ങ് കലങ്ങിപ്പോവും, വെള്ളത്തോടൊപ്പം ഒരുപാട് അങ്ങ് വെന്ത് കലങ്ങിപ്പോവും. അതിനാണ് ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്കും പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കറക്റ്റ് വേവാകുമ്പോഴത്തേക്കും പച്ചക്കറികളും അതേപോലെ കറക്റ്റ് വേവായിക്കോളും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന പരുവത്തിൽ നമുക്ക് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കുന്നില്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്നെസ് അനുസരിച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് നല്ല ലൂസ് പരുവത്തിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഒത്തിരി അങ്ങ് തിക്കായിട്ടിരിക്കുന്നത് എനിക്ക് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണ് കോൺഫ്ലവർ മാത്രം കലക്കി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില മസ്റ്റാണ് കേട്ടോ. അത് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വേറൊന്നാണ്. അപ്പം തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ നോക്കുക. ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ഈ മഴ സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.